മക്കളെ ഇന്നും നെയ്മീൻ കൊണ്ടൊരു തേങ്ങ അരച്ച ഹോട്ടൽ സ്റ്റൈലിലൊരു കറി, കുറുകിയ ചാറോടിൽ കറി തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം മക്കളെ. അതിനായിട്ട് ഒരു മീഡിയം പരുവത്തിലുള്ള ഒരു നെയ്മീനാണ്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്, വാല് ഭാഗം. അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുരിപ്പ് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി നമ്മുടെ ഇതേ രീതിയിൽ, തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ, വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ഇതേ രീതിയിൽ രണ്ട് സൈഡ് മുറിച്ചതിന് ശേഷം നമ്മൾ തൊലിയെല്ലാം അതിൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകിയെടുത്തു. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 11 കഷ്ണത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിത് നല്ല ഒലച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ചു. അതിലായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നിവ ഇട്ട് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. നമ്മളങ്ങ് വഴറ്റി മൂപ്പിക്കത്തില്ല, മുളക് കറി വെക്കുന്ന പോലെ മൂപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ തേങ്ങ. അത് നമ്മളിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. നമ്മൾ തീയലിനൊക്കെ മൂപ്പിക്കുന്ന പോലെ അങ്ങ് വറുത്തെടുക്കത്തില്ല, മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ തേങ്ങ. നല്ല പച്ചക്കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. അതിനുശേഷം നമ്മളതിൽ അരച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. നേരത്തെ 2 ടീസ്പൂൺ എടുത്താൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് മൂപ്പിച്ച്, കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് നന്നായിട്ടെല്ലാം മൂത്ത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങാക്കൂട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളെടുത്ത് വെച്ച പുളിയും ഇട്ട്, പുളി നല്ല പുളിയുള്ള പുളിയാണ്, കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഉപ്പും ചേർത്ത് കറിയെല്ലാം തിളച്ച്, ഗ്രേവി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മീനെല്ലാം പറക്കി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ കറിവേപ്പില ഇട്ട് ഉപ്പും നോക്കി നമ്മൾ അടച്ചു വെക്കുക. പകുതി ഇതേ രീതിയിൽ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ആവിയെല്ലാം അകത്ത് വീഴും. അപ്പോൾ ഇതിൽ തിളച്ചിട്ടുണ്ട്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ചുറ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു 10-20 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേവിച്ച് കുറുകി പറ്റിയെടുത്ത കറിവേപ്പില കൊണ്ട് പറ്റിയെടുത്ത നമ്മുടെ നെയ്മീൻ തേങ്ങാക്കറി ഇവിടെ റെഡി മക്കളെ.